ശ്രദ്ധിച്ചിരിക്കണേ. ആ ശരി. സൂക്ഷിച്ചു തന്നെ. ശരി ശരി. കേറ്. എടാ മോനെ, എന്താ ചേച്ചി? ഒന്ന് നിന്നേ. നിന്നെ കണ്ടത് വലിയ കാര്യായി. കൊച്ചിയില് തനുവിന് എക്സാം ഉണ്ട്. വാ, നമുക്ക് പോയിട്ട് വരാം. പശുവിനെ പുല്ല് കൊണ്ടുപോകുന്ന കണ്ടില്ലേ? ടൗണിൽ പോയിട്ടേ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. നിനക്ക് കൊച്ചിയൊക്കെ നന്നായി അറിയില്ലേ? നീ വന്ന എനിക്ക് ഹെൽപ്പ് ആവും. മരുന്ന് നിനക്ക് നാളെ വാങ്ങിക്കാലോ. പുല്ല് നിന്റെ ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും. വാടാ, പോയിട്ട് വരാം. നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് തുണിയെങ്കിലും മാറ്റി വരാം. അതിനൊന്നും സമയമില്ല. നീ ഒന്ന് വേഗം വാ. വേഗം കേറി തനു. ചേട്ടാ, പുല്ലേ പുറത്തോട്ടേക്ക്. ആ ശരി ശരി. വരില്ലാന്ന് പ്രദീപ് സാർ വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് ഫോൺ ചെയ്യോ അമ്മേ? അയ്യോ, ഞാൻ മറന്നുപോയി. ഇതാ, നീ തന്നെ ഫോൺ ചെയ്ത് സംസാരിക്ക. ഹലോ. ഹലോ സർ, ഞങ്ങൾ വന്നോണ്ടിരിക്കേ സർ. ഓക്കെ സർ. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് 45 ദിവസത്തിൻ്റെ സൗജന്യ നീറ്റ് ക്രാഷ് കോഴ്സിൻ്റെ അവസാന ദിവസമാണ്. അതുമാത്രമല്ല, 100% ഉറപ്പോടെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിൽ ടോപ്പ് റാങ്കിങ്ങിൽ പാസ് ചെയ്യുന്നതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. നിങ്ങൾ എൻട്രൻസ് എക്സാം പാസ്സായി ഏതെങ്കിലും നല്ലൊരു കോളേജിൽ MBBS സീറ്റ് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ ആരും ഡോക്ടറാകാൻ പോകുന്നില്ല. 100% ഡോക്ടർ ആകണമെങ്കിൽ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ആകണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടുന്നില്ലേ, അതിനേക്കാളും 100 മടങ്ങ് അധികമായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം മാത്രമേ നിങ്ങൾ വിചാരിക്കുന്നത് സാധിക്കാൻ പറ്റൂ. യു ആർ അറ്റ് ദ ഫുട്ട് ഓഫ് ഹിമാലയ. ചാലഞ്ചേഴ്സ് ആർ യെറ്റ് ടു ബിഗിൻ. അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കണമെന്ന് വിചാരിച്ചാൽ ധൈര്യവും സെൽഫ് കോൺഫിഡൻസും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. സക്സസ് ആകുന്നതിന് വേണ്ടിയുള്ള ഫോർമുല ഇതാണ്. ആൻഡ് ടൈം ഈസ് വെരി പ്രഷ്യസ്. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരു കാരണം കൊണ്ടും തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അത് നേടിയെടുക്കണം. കൈവിടാൻ പാടില്ല. ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഒരു വിഷമമുള്ള ഒരു സത്യം പറയാം. പുതിയതായിട്ട് ഡോക്ടറാകുന്നവർ കുറഞ്ഞ പക്ഷം 1 വർഷമെങ്കിലും ഗ്രാമങ്ങളിൽ സേവനം ചെയ്യണമെന്നൊരു റൂൾസ് ഉണ്ട്. അതുകൊണ്ട് ആ റൂളിനെ ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് അവോയ്ഡ് ചെയ്യുന്ന 1000കണക്കിന് ഡോക്ടേഴ്സ് ഇവിടെയുണ്ട്. ആൻഡ് മൈ റിക്വസ്റ്റ്, നിങ്ങൾ ആരും തന്നെ ആ കൂട്ടത്തിലുണ്ടാവാൻ പാടില്ല. വൈദ്യ നാരായണ ഹരി എന്ന് പറയുന്ന ഒരാളുണ്ട്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടറായി ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സേവനം ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് എൻ്റെ ജീവിത സ്വപ്നം. പിന്നെ ഒരു കാര്യം പറയാം, ഇതൊരിക്കലും മറക്കാൻ പാടില്ല. ഒരു തുണ്ട് പേപ്പറിൽ മരുന്നും ഇഞ്ചക്ഷനൊക്കെ എഴുതി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒരു രോഗി ഗുണമാകുന്നത് മരുന്ന് കൊണ്ടും ഇഞ്ചക്ഷൻ കൊണ്ടും മാത്രമല്ല. അവരുടെ ഞരമ്പ് തുടിപ്പ് അറിയാൻ വേണ്ടി കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അവരുടെ വേദന അറിയണം. കണ്ണിൽ കണ്ണുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ധൈര്യം അവരുടെ മനസ്സിലേക്ക് കുടിയേറണം. മരണത്തിലേക്ക് പോകുന്ന ഒരു രോഗി ഇനിയും കുറച്ച് നാൾ കൂടി അതുകൊണ്ട് ജീവിക്കണം. ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അങ്ങനെ വേണം കൊടുക്കാൻ. ഓക്കെ? നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല ഇരിക്കുന്നേ, നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നങ്ങളുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും നല്ലൊരു ഡോക്ടർ ആകണമെന്നുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളുടെ വലിയൊരു സ്വപ്നമാണ്. ഡ്രീം ഓഫ് യുവർ പേരൻസ്. ആൻഡ് പ്ലീസ് ഡോണ്ട് ഇഗ്നോർ ഇറ്റ്. MBBS എന്ന് പറഞ്ഞാൽ വെറും ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി മാത്രമല്ല. MBBS എന്ന് പറഞ്ഞാൽ അമ്മയുടെയും അച്ഛൻ്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ്. ഇതവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്. Now just close your eyes.
Imagine yourself graduating from medical college. Imagine yourself wearing a white coat and stethoscope on your neck. Imagine yourself saving someone's precious life.